ആത്മീയ ശുശ്രൂഷയിലേക്ക് ആറാമത്തെ ദിവസം ലോകം മുഴുവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങാൻ വേണ്ടി കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നമ്മൾ ആരാധിച്ച് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗത്തിൻ്റെ അഭിഷേകം ഈ രാത്രി ഇറങ്ങട്ടെ. കർത്താവേ, ലോകത്തിന്റെ മേൽ ദൈവിക കൃപ വെളിപ്പെടട്ടെ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ റൂഹായേ, ദൈവജനത്തിന്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് സ്വർഗത്തിന്റെ ദർശനമായ പ്രാർത്ഥനയിൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ദൈവജനത്തിന് മേൽ ദൈവകൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചേ. ഓ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിക്കാൻ പോവുക. സാധിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ഇരുവശത്തേക്കും കൈകളടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി ഓ പരിശുദ്ധാത്മാവേ, ലോകത്തെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം ശക്തിയോടെ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ചേർന്ന് പാടാമോ? ദേശമെല്ലാം ഉണർന്നിടുവാൻ അഭിഷേകം ഇറങ്ങട്ടെ. യേശുവിനെ ഉയർത്തിടുവാൻ ശിഷ്യമായി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരൻ ചേർന്ന് പാടാം. ആശിഷമായി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരൻ കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. ഓ കർത്താവേ, സഭയോട് ചേർന്ന് സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ആരാധിക്കുന്നു. നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കും. ശക്തിയോടെ കരപിടിച്ച് ദേശമെല്ലാം ഉണർന്നിടും. രാജ്യങ്ങൾ ഉണരട്ടെ, സഭ ഉണരട്ടെ, ദൈവജനം ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, യുവതി യുവാക്കന്മാർ ഉണരട്ടെ. കർത്താവേ, ദേശത്തിന് മേൽ അഭിഷേകാഗ്നി ഇറങ്ങട്ടെ. ശക്തിയോടെ ചേർന്ന് പാടാം. ഉണർവിൻ, ഓ ഞങ്ങൾ വരുന്നു തിരുസവിധേ. റൂഹ ഇറങ്ങട്ടെ, അഭിഷേക ശക്തി വെളിപ്പെടട്ടെ. ഓ അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, പ്രാർത്ഥനയുടെ ചൈതന്യം വ്യാപരിക്കട്ടെ. യേശുവേ, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിക്കണം. അതരം തുറക്കപ്പെടട്ടെ. ലൂക്ക 1:64 സക്കറിയായുടെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞതുപോലെ ദൈവജനത്തിന്റെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ബാറൂക്ക് 2:31 അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ദൈവമക്കൾക്ക് കൊടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 24:45 കർത്താവേ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മേൽ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവവചനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമശക്തി വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. കർത്താവിന്റെ തിരുരക്തം ഒഴുകട്ടെ, തിരുവചന ശക്തി വ്യാപരിക്കട്ടെ, തിരുനാമ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പമുണ്ട് കർത്താവെ കുടുംബങ്ങളെ, കോൺവെന്റുകളെ, സന്യാസ ഭവനങ്ങളെ, ദേശത്തെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ,
അത്ഭുതകരമായ ഒരു ശുശ്രൂഷയ്ക്കായി നമ്മൾ ഒരുങ്ങുക. സ്വർഗം വർഷങ്ങളോളം കാത്തിരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവജനം ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളൊന്ന് തുറന്നു പിടിക്കാം. പരിശുദ്ധ അമ്മ ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാ അമ്മ മാതാവ്. അതുകൊണ്ടാ ഈശോ ഏറ്റവും സ്നേഹിച്ച ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഈശോ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം മറിയമാണ്. അമ്മേ, അമ്മയുടെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷകളെ സമർപ്പിക്കുക. തകർന്നുപോയ കുടുംബങ്ങളെ സമർപ്പിക്കുക. നിരാശപ്പെട്ട മക്കളെ സമർപ്പിക്കുക. തിരുസഭയെ സമർപ്പിക്കുക. അമ്മേ, അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ. അമ്മയുടെ രക്ത കണ്ണുനീരോട് ചേർന്ന് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചേർന്ന് ഈരടിയോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ അമ്മേ, പരിശുദ്ധ അമ്മേ, അമലേ 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 മരിയേ. കണ്ടില്ലേ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങള്? ആവേ ആവേ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ജനത്തെ സമർപ്പിക്കുക. മക്കളെ സമർപ്പിക്കുക. ചേർന്നൊരിക്കൽ കൂടെ പാടാം. ആവേ ആവേ അമ്മേ അമ്മേ. ഓ പരിശുദ്ധ അമ്മേ, അമലേ അമലേ മരിയേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്ന ചില പ്രാർത്ഥനകളാണ് നമ്മൾ ഇത് 40 ദിവസം ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് പാപികളുടെ മാനസാന്തരം, ശുദ്ധീകരണാത്മാക്കളുടെ മോചനം, തിരുസഭയുടെ ഉണർവ്, ലോക സുവിശേഷവൽക്കരണം, ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങിയ. നമുക്കറിയാം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുക ഈ രാത്രി. 1917 പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലൂസി ജസീന്ത ഫ്രാൻസിസ് ഈ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും നരകവും കാണിച്ചു കൊടുത്തു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കളെ കാണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്: ഓ എൻ്റെ ഈശോയെ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 100% നടക്കുമെന്ന് ഉറപ്പുള്ള ഏക കാര്യമാണ് മരണം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ വിശുദ്ധനായ വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി ജനിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട. ഈശോ പറയുന്ന ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ മരണത്തെപ്പറ്റി നമ്മൾ ഭയപ്പെടേണ്ട. ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലയളവിൽ പിശാച് ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് അനേകം മക്കളെ കുരുക്കിയിട്ടിരിക്കുക. സ്വർഗത്തെപ്പറ്റി ബോധ്യമില്ല, നരകത്തെപ്പറ്റി ബോധ്യമില്ല, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ അനേകം ആത്മാക്കളെ വഞ്ചകനായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ
ആരെ നശിപ്പിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന പിശാച് അനേകം വ്യക്തികളുടെ ശിരസിലേക്ക് വന്നു കയറി, അവന്റെ ബുദ്ധിയിൽ കടന്നു കയറി അനേകം മക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയണത്, ഈ കാലയളവിൽ പ്രത്യേകിച്ച് അനേകം ദൈവ ശുശ്രൂഷകർക്ക്, വചന പ്രഘോഷകർക്ക് അവർ വരുത്തുന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും അന്ത്യവിധിയെ പറ്റിയും ദൈവജനത്തെ പഠിപ്പിക്കാത്തത് കൊണ്ട് ദൈവജനം നശിച്ചു നരകത്തിൽ പോകുന്നു. ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1021 അതിന്റെ പേജിൽ സഭ പഠിപ്പിക്കുന്നത്, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ഓരോ വ്യക്തിയും തന്റെ മരണം കഴിഞ്ഞ ആ സമയത്ത് അതെങ്ങനെ മരിച്ചാലും, വെള്ളത്തിൽ വീണ് മരിച്ചാലും, തീയിൽ നിന്ന് മരിച്ചാലും, കൊറോണ വന്ന് മരിച്ചാലും, ഒരുക്കപ്പെട്ട് മരിച്ചാലും, അപകടത്തിൽ മരിച്ചാലും, തീവ്രവാദികളെ കൊല്ലപ്പെട്ട് മരിച്ചാലും, എങ്ങനെ ക്യാൻസർ വന്ന് മരിച്ചാലും, ഏത് വ്യക്തി എവിടെ വെച്ച് മരിക്കുന്നുണ്ടോ ആ സമയത്ത് തന്നെ അവിടെ ഒരു വിധി നടക്കും. ആ വിധിയുടെ പേരാണ് തനതു വിധി. ഇത് ദൈവമക്കൾ പഠിക്കണം, നെഞ്ചിലേറ്റണം. ഓരോ വ്യക്തി മരിക്കുമ്പോൾ അപ്പോൾ തന്നെ തനതു വിധി നടക്കും. തനതു വിധിയിൽ 2 പുസ്തകം തുറക്കപ്പെടും. നമ്മൾ ചെയ്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്ത ശുശ്രൂഷകളും അത് എഴുതി വച്ചിരിക്കുന്ന പുസ്തകവും, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മയുടെ പുസ്തകവും, 2 പുസ്തകം തുറക്കപ്പെടും. ആ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ വിധി നടക്കുമ്പോൾ തിരുസഭ മാതാവ് പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തി വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി പരിത്യാഗത്തോടുകൂടി ആത്മാക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തി നേരിട്ട് സ്വർഗത്തിലെത്തും എന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അതായത് ദൈവത്തിന്റെ സൗഹൃദത്തിലും CCC 1030-31 പേജിൽ സഭ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വിശുദ്ധി ലഭിക്കാൻ വേണ്ടി അവർ മരണശേഷം ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ പൂർണ്ണ വിശുദ്ധരല്ല, എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള മാരക പാപമില്ല. അങ്ങനെയുള്ള ഈ വ്യക്തികളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗട്ടറി എന്ന് പറയുന്നു. ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യമാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി പൂർണ്ണ വിശുദ്ധിയില്ല, എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള മാരക അശുദ്ധിയില്ലാത്ത വ്യക്തികളെ ദൈവം ആ വ്യക്തിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വർഗമൊരുക്കുന്ന കൃപയുടെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗട്ടറി. അനേകം മക്കൾക്ക് ഇന്ന് ബോധ്യം നഷ്ടപ്പെട്ടു പോയി. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ബോധ്യം അനേകം മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമുക്കറിയാം 3 സഭയാണുള്ളത്. ഒന്ന് വിജയസഭ. ഈ ഭൂമിയിൽ കർത്താവിന്റെ കൃപയിലും സൗഹൃദത്തിലും മരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ച പരിശുദ്ധ അമ്മയും വിശുദ്ധരും രക്തസാക്ഷികളും വേദപാരംഗതരും വാഴ്ത്തപ്പെട്ടവരും ഉൾപ്പെട്ട വിജയസഭ സ്വർഗം. രണ്ടാമത്തെ സഭയാണ് മരണശേഷം അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവമൊരുക്കിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ആയിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം അഥവാ സഹന സഭ. മൂന്നാമത്തെ സഭയാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാൽ നയിക്കപ്പെടുന്ന ലോകം മുഴുവനുള്ള സഭയിലെ വൈദികരും മെത്രാന്മാരും അന്മേനികളും ഉൾപ്പെടെ ഈ ഭൂമിയിൽ പാപത്തെയും ജഡത്തിനെതിരെയും പിശാചിനെതിരെയും പോരാടി നിൽക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന, അതായത് സമരസഭ എന്ന് പറയും. ഈ 3 സഭയാണ് സഭ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സഭയായ സഹന സഭയിൽ കിടക്കുന്ന ഈ ആത്മാക്കൾ എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന യാചിക്കുന്നത് സമരസഭയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫിലിപ്പിനേരി പറയുന്നത്, ശ്രദ്ധിക്കണം, അതായത് ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും
അനേകം ശുദ്ധീകരണാത്മാക്കളെ പരിശുദ്ധി അമ്മ കൊണ്ടുവരും. ആമേൻ. ശുദ്ധീകരണാത്മാക്കളെ പരിശുദ്ധി അമ്മ കൊണ്ടുവരും. വിശുദ്ധ ഫിലിപ്പിനേരി വേദപാരംഗതനായ വിശുദ്ധൻ കാണുന്നൊരു കാഴ്ച നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ അരികിലേക്ക് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നമ്മുടെ നേരെ കൈകൂപ്പി പിടിച്ച് നമ്മളോട് ചോദിക്കുന്നു, മോനെ, ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞു ചോദിക്കും, മോനെ എന്നെ ഒന്ന് ഓർക്കാമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാക്കളുടെ വേദന നമ്മൾ കാണണം. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്, ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിന് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട കേരള സഭയുടെ അഭിമാനമായിരിക്കുന്ന വിശുദ്ധ യൗപ്രാസ്യമ്മ. വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാത്രി മുഴുവൻ ജപമാല ചൊല്ലി പരിത്യാഗം ചെയ്ത് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി. വിശുദ്ധ യൗപ്രാസ്യമ്മ അഭിവന്ദ്യ മേനേശ്വരി പിതാവിന് എഴുതിയ കത്തുകള് CMC സന്യാസ സമൂഹം അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ഏകദേശം 120 കത്തുകളാണ് അഭിവന്ദ്യ മേനേശ്വരി പിതാവ്, ജോൺ മേനേശ്വരി പിതാവിന് എഴുതിയ, അന്നത്തെ അവിടുത്തെ ബിഷപ്പായിരുന്ന അഭിവന്ദ്യ പിതാവിന് എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിൽ 68-ാമത്തെ കത്തും 70-ാമത്തെ കത്തും 118-ാമത്തെ കത്തും 120-ാമത്തെ കത്തും പിതാവിനോട് പറയുക, തൻ്റെ അടുത്ത് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു വന്ന ശുദ്ധീകരണാത്മാക്കൾ, ധാരാളം ശുദ്ധീകരണാത്മാക്കൾ എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധ യൗപ്രാസ്യമ്മയെ കത്തോലിക്ക സഭ ഔദ്യോഗികമായി വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതാണ്. 68-ാമത്തെ കത്തിൽ പറയുകയാണ്, ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുവദിച്ചിട്ട് ഒരു ശുദ്ധീകരണാത്മാവ് വന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കോൺവെന്റിൽ ചേർന്ന സമയത്ത് എൻ്റെ കോൺവെന്റിലെ മദർ സുപ്പീരിയറായിരുന്ന മദർ ബിയാട്രസാണ്. വർഷങ്ങളായി മരിച്ചു പോയിട്ട്. അപ്പം അമ്മയോട് ചോദിച്ചു, അമ്മ ഇതുവരെ സ്വർഗത്തിൽ ചെന്നില്ലേ? ഉടനെ മദർ ബിയാട്രസ് കൈകൂപ്പിക്കൊണ്ട് പറയുക, ഞാൻ ദീർഘകാലമായി ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കുക. അപ്പോൾ ചോദിച്ചു, എന്തിനാ അമ്മ എൻ്റെ അടുത്ത് വന്നത്? ഉടനെ പറഞ്ഞു, ഈശോ അനുവദിക്കാതെ വരാൻ പറ്റില്ല, ഈശോ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ വിശുദ്ധരുടെ അടുത്തും ശുദ്ധീകരണാത്മാക്കൾ വന്നിട്ടില്ല. എന്നാൽ വിശുദ്ധ ജോൺ മാർ ബെസിയാസ്, വിശുദ്ധ പാദ്രി പിയോ, അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, അതുപോലെ ജനോവിലെ വിശുദ്ധ കാതറിൻ, അനേകം വിശുദ്ധരുടെ അടുത്ത് ഈ ശുദ്ധീകരണാത്മാക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ജദ്ദുരൂദിനടുത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ സഹായം നമുക്ക് ആവശ്യം നമ്മളോട് ചോദിച്ചു വരും. പണം ഉള്ളവരുടെ വ്യക്തികളെടുത്ത് ആൾക്കാർ കടം ചോദിക്കാറുള്ളൂ. കടം ചോദിക്കുന്നത് പണം ഉള്ള വ്യക്തികളെടുത്താ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യൗപ്രാസ്യമ്മയുടെ അടുത്തേക്ക് ഈ അമ്മ വന്നിട്ട് പറയുക, ദീർഘകാലമായി ഞാൻ കിടക്കുക. അപ്പം അമ്മ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ ചോദിക്കുക, മോളെ യൗപ്രാസ്യേ, എനിക്ക് വേണ്ടി പരിത്യാഗം ചെയ്യാമോ? എനിക്ക് വേണ്ടി ജപമാല ചൊല്ലാമോ? നീ രാവിലെ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാസയിലേക്കും പീലാസയിലേക്കും സമർപ്പിച്ച് മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിത്യാഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗപ്രാസ്യമ്മ കണ്ണുനീരോടെ മദർ ബിയാട്രസിന് വേണ്ടി പ്രാർത്ഥിച്ച് അനേക നാളുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തലേ ദിവസം, സ്വർഗത്തിലേക്ക് പോകുന്നതിന് തലേ ദിവസം, തേജസ്സുറ്റ മുഖമായിട്ട് മദർ ബിയാട്രസ് വന്ന് കൈകൊപ്പിട്ട് പറയും, നാളത്തെ വിശുദ്ധ കുർബാന വഴി ഞാൻ സ്വർഗത്തിൽ പോകും, അവിടെ ചെന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ,
എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, അപ്പന്റെ അമ്മയുടെ കുടുംബത്തിൽ മരിച്ചുപോയി ഒത്തിരി പേര് മരിച്ചിട്ടില്ലേ? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയല്ലേ? എൻ്റെ മകന്റെ വിദ്യാഭ്യാസം, എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, വീട്, വിവാഹം, മറ്റു ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമുക്ക് ജ്ഞാനസ്നാനം നൽകിയ വൈദികർക്ക് വേണ്ടി, നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സിസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയുടെ മക്കളെ, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ നേരെ കൈകൂപ്പി നിന്നിട്ട് അവര് പ്രാർത്ഥിക്കുക. മോനെ തോമസേ, മോളെ മേരിയെ, മോളെ അന്നെ, നീ എനിക്ക് വേണ്ടി ഒന്നോർത്ത് പ്രാർത്ഥിക്കാമോ? ഈശോയുടെ മക്കളെ, ഇത് സ്വർഗത്തിന്റെ വേദനയാ. ഈശോയ്ക്ക് സഹായിക്കാൻ പറ്റില്ല. മരിച്ചതിനു ശേഷം നമുക്കറിയാം, ശ്രദ്ധിക്കണേ, മരണം വരമേ ദൈവത്തിന് കരുണയുള്ളൂ, മരണശേഷം ദൈവത്തിന് നീതിയാ. ദൈവത്തിന്റെ നീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല, മറ്റാർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലുള്ള എനിക്കോ നിങ്ങൾക്കോ സഭയിലെ മക്കൾക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു കടമ നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ നൊന്തു പ്രസവിച്ച് മരിച്ചുപോയ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഓരോ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിച്ച് നമുക്ക് കൂദാശകൾ പരികർമ്മം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വൈദികര് മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക്. വലിയ ദിവ്യകാരുണ്യ ഭക്തിയാ. ഒത്തിരിയേറെ ആത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നയാളാ. ഒരിക്കല് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അനുവദിച്ച, ഞാൻ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ അനുവദിക്കാതെ ഒരു ശുദ്ധീകരണാത്മാവും വരത്തില്ല. ഏതെങ്കിലും ഒരു ശുദ്ധീകരണാത്മാക്കള് വിശുദ്ധരെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം പറഞ്ഞു വിട്ടട്ടാ, അല്ലാതെ ഒരാത്മാവും വരില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്കിന്റെ അടുത്ത് ഒരു വൈദികന്റെ ആത്മാവ് വന്നു. ഇത് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്കിന്റെ ഡയറിക്കകത്തുണ്ട്. ഈ ആത്മാവ് വന്ന് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അപ്പൊ ചോദിച്ചു, അങ്ങാരാണ്? ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിൽ ഒരു വൈദികനാ, ഞാൻ മരിച്ചുപോയൊരു വൈദികനാ. അപ്പം മാർഗരറ്റ് മേരി അലഗോക്ക് ചോദിച്ചു, ഫാദർ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? ഉടനെ ഈ അച്ഛൻ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന വൈദികനാ. അദ്ദേഹം വന്ന് പറയുക, ഞാൻ 8 വർഷം മുമ്പ് മരിച്ചു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണം, 27 വർഷം കിടക്കണമെന്ന കണക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഈശോ പറഞ്ഞ് അനുവദിച്ചു വിട്ടതാ. അപ്പൊ ചോദിച്ചു, എന്തിനാ അച്ഛൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ജദ്രൂദ് പറയുന്ന ഏറ്റവും കൂടി ശുദ്ധീകരണാത്മാക്കൾ കിടക്കുന്നത് അഹങ്കാരത്തിലാണ്. അനേകം ശുദ്ധീകരണാത്മാക്കൾ ദീർഘകാലം കിടക്കുന്ന ഒരു മാരകപാപം അഹങ്കാരം. ഞാൻ ആത്മീയ അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തിയാ. രണ്ടാമത് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ അനുസരിച്ചില്ല, എൻ്റെ സഭാ അധികാരികളെ ഞാൻ അനുസരണക്കേട് കാണിച്ചു, അതിനാണ് കിടക്കുന്നത്. അപ്പൊ ചോദിച്ചു, അച്ഛൻ എന്തിന് എൻ്റെ അടുത്ത് വന്നത്? അപ്പം അച്ഛൻ പറയുകയാണ്, ഈ വൈദികൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ആത്മാവ് പറയുക, മേരി അലഗോക്കിൻ നോഷേറ്റ് കാലത്ത് കുംഭസാരിച്ചൊരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക് പറയുക, ഏകദേശം 6 മാസത്തോളം ഈ വൈദികന് വേണ്ടി മുട്ടുകുത്തിയും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചും പരിത്യാഗം ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ തുടർച്ചയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ വൈദികൻ നന്ദി പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചു. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഈശോയുടെ മക്കളെ, ഒരു ശുദ്ധീകരണാത്മാവിനെ നമ്മൾ സ്വർഗത്തിൽ വിടുമ്പോൾ ഈ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കറിയാം, ഒരു വ്യക്തി തനതു വിധിയിൽ മരിച്ച ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത് എത്ര നാളാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ 3 വർഷമായിരിക്കാം, 6 മാസമായിരിക്കാം,
അല്ലെങ്കിൽ 8 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് വിചാരിക്കുക. മരണം ഞാനിത് തീർച്ചയായിട്ടും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണ്. കാരണം മരിക്കുന്നത് സന്തോഷത്തോടെ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം, ഇന്ന് അനേകം പേര് കൊറോണ വന്ന് മരിച്ചതിൻ്റെ പേരിൽ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധർ, ഒത്തിരി വൈദികർ മരിച്ചപ്പോൾ തെറ്റിദ്ധാരണകൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഒരാളുടെ മരണം നല്ലതും ചീത്തയുമാകുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവവുമായി ബന്ധമുള്ള വ്യക്തി എങ്ങനെ മരിച്ചാലും അത് നല്ല മരണമാണ്. പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നല്ല മരണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്ന് ICUവിൽ അല്ലെങ്കിൽ നല്ല വെന്റിലേറ്ററിൽ കിടന്ന് എല്ലാ സൗകര്യങ്ങളോടെ മരിക്കുന്നതാണ് നല്ല മരണം. അല്ല, വിശുദ്ധരുടെ ഒക്കെ മരണം നിങ്ങൾ പഠിച്ചേ. നമുക്കറിയാം, 21-ാമത്തെ വയസ്സിലാണ് അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ ജോൺ ബെർക്കുമാൻസ് മരിക്കുന്നത്. 14-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ മരിക്കുന്നത്. 17-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ലൂസി മരിക്കുന്നത്. 18-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ അഗാത്ത മരിക്കുന്നത്. 6-ാമത്തെ വയസ്സിലാണ് അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ ദിവ്യകാരുണ്യത്തിന്റെ മധ്യസ്ഥനായ ഒരു വിശുദ്ധൻ, അതായത് കൊച്ചുനെല്ലി വിശുദ്ധ മരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണം അനേകം വിശുദ്ധർ, ഫ്രാൻസിസ് അസീസി മരിച്ചത് 44-ാമത്തെ വയസ്സിലാണ്. എത്ര നാൾ ജീവിച്ചു എന്നല്ല, നീ എങ്ങനെ ജീവിച്ചെന്ന പ്രധാനപ്പെട്ടത്. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ 100% നടക്കുന്ന ഏക കാര്യമാണല്ലോ മരണം. മരിച്ചെന്ന് വിചാരിക്കുക. മരണസമയത്ത് പൂർണ്ണ വിശുദ്ധിയില്ലെങ്കിൽ ഒരുപക്ഷെ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഒരുപക്ഷെ 3 വർഷമോ അല്ല 6 വർഷമോ ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കേണ്ട ഒരു ആത്മാവാണ് ഞാൻ വിചാരിക്കുക. ഇപ്പം എനിക്ക് വേണ്ടി അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വൈദികർ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഓർത്ത് എൻ്റെ ആത്മാവിന് വേണ്ടി ഒപ്പീസ് ചൊല്ലിയും ജപമാല ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിച്ചെന്ന് വിചാരിക്കുക. 6 വർഷം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ട ഞാൻ ഒരുപക്ഷെ ഇവരുടെ സഭയുടെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി 6 വർഷം കിടക്കേണ്ട ഞാൻ വെറും 3 മാസം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്, ഇങ്ങനെ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറഞ്ഞിട്ട് പറയും, പരിശുദ്ധ ത്രിത്വത്തോട് പറയും, ഞാൻ ഈ സമയത്ത് ഇവിടെ വരേണ്ടയാണല്ല, 6 വർഷം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ട ആത്മാവാണ്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ട വൈദികരുമൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒപ്പീസ് ചൊല്ലിയും എനിക്ക് വേണ്ടി പ്രിയപ്പെട്ട പരിത്യാഗം ചെയ്തും ദാനധർമ്മം ചെയ്തും ശുശ്രൂഷ വഴിയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഫലമായി ഈ ആത്മാവ് 3 മാസത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യമേ ദൈവത്തിന് നന്ദി പറയും. എന്നിട്ട് അടുത്തത് പറയുന്നത് എന്നറിയാമോ? ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുത വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മസിയാസ്. ജോൺ മസിയാസിന്റെ പ്രത്യേകത, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പരിത്യാഗം ചെയ്യും. ചെരുപ്പ് ഉപേക്ഷിച്ചിട്ടാ നടക്കുന്നത്. ഈ വൈദികൻ ഒപ്പീസ് ചെല്ലും, ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന ചെല്ലും, കല്ലറയിപ്പ് ഹന്നാമളം തളിക്കും, ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി ഒരുങ്ങും. ഈ വൈദികൻ മരിക്കുന്നന്ന് നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിറയുന്ന വ്യക്തി മരിക്കുകയാണെങ്കിൽ വിശുദ്ധര് പറയുന്നത്, മദർ മറിയം ത്രേസ്യ പറയുന്നത്, ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും ഈശോയും കടന്നു വരും. അങ്ങനെ ജോൺ മസിയാസ്, വിശുദ്ധ ജോൺ മസിയാസ് മരിക്കാറായി കിടക്കുന്ന സമയത്ത് വിശുദ്ധനായ ഈ വൈദികന്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും ഉണ്ണീശോയും കടന്ന് ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ വരിക. ഈ സമയത്ത് ജോൺ മസിയാസ് ഒരു കാഴ്ച കാണുക. കാഴ്ച എന്നറിയാമോ? ആ മുറിയും ആ പരിസരം മുഴുവൻ അനേകം ആത്മാക്കൾ നിൽക്കുന്നു. ഉടനെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ അമ്മേ, എനിക്ക് പരിചിതമില്ലാത്ത ഈ ആത്മാക്കളാരാ? ഉടനെ പരിശുദ്ധ അമ്മ പറയുക ജോൺ മസിയാസിനോട്, മസിയാസേ മസിയാസേ,
നീ പരിത്യാഗം ചെയ്തും, നീ ഒപ്പീസ് ചൊല്ലിയും, നീ വിശുദ്ധ കുർബാന അർപ്പിച്ചും, നീ ജപമാല ചൊല്ലിയും നീ നേടിയെടുത്ത 8 ലക്ഷം ശുദ്ധീകരണാത്മാക്കള് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നതാ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലെ ഫോക്കസുകൾ മാറണം. നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും പരിത്യാഗ പ്രാർത്ഥനകളായി മാറണം. പ്രത്യേകിച്ച് ശുദ്ധീകരണാത്മാവിന് വേണ്ടി, മാരക പാപികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടിവെക്കുവിൻ. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നില്ലേ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടിവെക്കണം. കാരണം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നവർ കള്ളനോ ചെതലോ നശിപ്പിച്ചു കളയാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നതാ ശുദ്ധീകരണാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന. ദൈവമക്കളെ, എനിക്കറിയാവുന്ന ഒരു വൈദികനുണ്ട്, ജോർജ് എന്ന് പറഞ്ഞ വൈദികൻ. എല്ലാ വ്യാഴാഴ്ചകളിലും മുട്ടുകുത്തി നിന്ന് തിരുമണിക്കൂർ ആരാധന, രാത്രി 9 മണി മുതൽ 3 മണി വരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മിറ്റിൽ നിന്നുകൊണ്ട് ശുദ്ധീകരണാത്മാവിന് വേണ്ടി, ഭാവികൾക്ക് വേണ്ടി, ജർമ്മൻ സഭയ്ക്ക് വേണ്ടി, തകർന്നുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന 65 വയസ്സുള്ള വൈദികൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അനേകം കുടുംബങ്ങളിൽ ശുദ്ധീകരണാത്മാവിന് വേണ്ടി, ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാ ഇന്ന് ലോകം നിലനിൽക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിക്കണം, ഈശോയെ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഈശോയെ എന്ന് വിളിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി, സ്വരമുയർത്തി. ഓ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓരോ മക്കളെ പ്രാർത്ഥിക്കണം, ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കൊറോണ ബാധ ബാധിച്ചു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കരങ്ങൾ വിരിച്ചു പിടിക്കാൻ പറ്റുന്നവർ വിരിച്ചു പിടിച്ച് സഹനങ്ങളെയോ എന്നും പിതാവേ, പിതാവേ ഞങ്ങളുടെ യേശുവേ ലോകം മുഴുവൻ കരുണയുണ്ടാകണമേ അപ്പാ, കരുണയുണ്ടാകണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോ എന്നും പിതാവേ ഞങ്ങളുടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് തൊട്ടിൽ പരിത്യാഗ പ്രാർത്ഥനകൾ തുടങ്ങുക. നമുക്കറിയാം, 6ാമത്തെ ദിവസമാണ്. സ്വർഗത്തിന്റെ ദർശനമാണിത്. സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ശുശ്രൂഷയാണിത്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പരിത്യാഗം ചെയ്യുക, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കണം. ഞാൻ പറയണത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി, അവൻ്റെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിക്ഷേപം കിട്ടത്തില്ല. എന്നാൽ ഞാനൊരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ,
സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആര് പറഞ്ഞു, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒത്തിരി കുടുംബത്തിൽ രോഗികളായി കഴിയുന്ന മക്കളുണ്ട്. ഈശോയുടെ മക്കളെ, രോഗം ഒരു ശാപമല്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചു ത്രസ്യ പുണ്യവതി 24-ാമത്തെ വയസ്സിൽ നിലാവുള്ള രാത്രി രക്തം ശ്രദ്ധിച്ചല്ലേ മരിച്ചത്, ശാപമാണോ? 28 വർഷം രോഗിയായി കിടന്നയാളാ വിശുദ്ധ ക്ലാര പുണ്യവതി. അത്ഭുത പ്രവർത്തകനായ ഇന്നും നാവഴുകാത്ത വിശുദ്ധനായ വിശുദ്ധ അന്തോനീസ് മരിച്ചത് 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗത്താലാ. ഇന്നും ഹൃദയമഴുകാതിരിക്കുന്ന ആവിലായിൽ അമ്മ ത്രസ്യ മരിച്ചത് 69-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന. കൊച്ചു ത്രസ്യയുടെ അമ്മ മരിച്ചത് ക്യാൻസർ വന്ന സലിഗുരി. രോഗം ഒരു ശാപമല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ സഹനം ഈശോ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇത് ശുദ്ധീകരണാത്മാവിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാനാ. അങ്ങനെ കാഴ്ചവെച്ചവരാ വിശുദ്ധര്. അങ്ങനെ പരിത്യാഗം ചെയ്ത വിശുദ്ധര്. നമുക്കൊരു അനേകം വിശുദ്ധന്മാരുടെ ചരിത്രം, ജദ്രൂദിന്റെ ചരിത്രം എടുക്ക്. വിശുദ്ധ ജദ്രൂദൊക്കെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചയാളാ. ജോൺ മസിയാസ് പരിത്യാഗം ചെയ്തയാളാ. ജനോവയിലെ വിശുദ്ധ കാതറിൻ പരിത്യാഗം ചെയ്തു. എന്തിനാ? കേരളത്തിന്റെ പ്രിയപ്പെട്ട മകളായ, കുടുംബക്കാരുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ മദർ മറിയം ത്രസ്യ പരിത്യാഗം ചെയ്ത് ശുദ്ധീകരണാത്മാവിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അൽഫോൻസ പുണ്യവതി വർഷങ്ങളോളം രോഗിയെ കിടന്ന് പരിത്യാഗം ചെയ്തവളല്ലേ. ഈശോയുടെ മക്കളെ, ഈ ശുശ്രൂഷ എന്തിനാണെന്നറിയാമോ? ഈ ശുശ്രൂഷ സ്വർഗം എന്തിനാ തുറന്നെന്നറിയാമോ? അനേകം കുടുംബങ്ങളിൽ രോഗിയായി തളർന്നു കിടക്കുന്നവരുണ്ട്. വയ്യാതെ രോഗിയായി കിടക്കുന്നവർ, ക്യാൻസർ ആയിട്ട് കിടക്കുന്നവർ, ഓട്ടിസം പിടിച്ച കുഞ്ഞുങ്ങളുമുണ്ട്. നിങ്ങളുടെ വേദന നിസ്സാരമല്ല. ഓട്ടിസം പിടിച്ചൊരു കുഞ്ഞ് കറങ്ങി കറങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോ ഒരമ്മയുടെ ചങ്ക് തകരുന്നുണ്ട്, അപ്പന്റെ ചങ്ക് തകരുന്നുണ്ട്. അപ്പാ, ഈ ചങ്കിലെ വേദനയുണ്ടല്ലോ, നമുക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട് ചങ്കു കുത്തി പൊട്ടിച്ചു തന്ന ഈശോ മിശിഹായുടെ സ്നേഹത്തോട്, കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയെ, ഞാൻ പാപിക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാവിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥിരത്തിൽ നിലവിളിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചെന്ന് പ്രാർത്ഥിക്കും. അത് സ്വർഗത്തിൽ നിക്ഷേപമാ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെഴുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ചുമ്മാ ചെല്ലരുത്, ചൊല്ലിക്കൂട്ടരുത്. നിങ്ങൾ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന്, അവർക്കറിയാമോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണെന്നറിയാമോ? ജപമാല പ്രാർത്ഥനയാ. നിങ്ങൾക്കറിയാമോ ശുദ്ധീകരണ സ്ഥലത്തിൽ അമ്മ മാതാവ് ഇറങ്ങി വരുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിലെ കവാടം വരെ മിഖായേൽ വരും. വിശുദ്ധ ജോൺ മസിയാസും, വിശുദ്ധ ഫിലിപ്പിനേരിയും, വിശുദ്ധ പാതിരിപ്പിയോയും, വിശുദ്ധ ജദ്രൂദും, വിശുദ്ധ ഫൗസ്റ്റീന, 5 വിശുദ്ധർക്ക് സ്വർഗം വെളിപ്പെടുത്തി അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ അടിത്തട്ടിൽ ഇറങ്ങി വരും. അമ്മ ഇറങ്ങി വരുന്ന ദിവസത്തെ കുറിച്ച് വിശുദ്ധ ജോൺ മസിയാസ് പറയുന്ന ദിവസം എന്നറിയാമോ? സെപ്റ്റംബർ മാസം 8-ാം തീയതി അമ്മയുടെ തിരുനാൾ ദിവസം, അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മ ഇറങ്ങി വരും. ഓഗസ്റ്റ് മാസം 15-ാം തീയതി അമ്മ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി വരും. എല്ലാ ആദ്യ ശനിയാഴ്ചയും സഭയിലെ വിശുദ്ധർ ജദ്രൂദ് പറയുന്നത്, എല്ലാ ആദ്യ ശനിയാഴ്ചയും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി വരുമ്പോ, അമ്മ മാതാവിന്റെ നീലപ്രകാശം അടിക്കുമ്പോ ശുദ്ധീകരണാത്മാക്കൾ തുള്ളിച്ചാടി അവർ അമ്മയുടെ അടുത്ത് പറയും, അമ്മേ, സമുദ്ര താരകമെന്ന് അവര് വിളിക്കുന്ന പേരാ സ്റ്റെല്ല മാരീസ്. അമ്മ മാതാവിന്റെ സാന്നിധ്യം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് രക്ഷയാ. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. ശുദ്ധീകരണാത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് ഫൗസ്റ്റീനയിലൂടെ 905 മുതൽ 935 വരെ പോളണ്ടിലെ ക്രക്കോവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ കരുണയുടെ പ്രവാചകയായ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോയും മാതാവും 25 പ്രാവശ്യമാണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. അമ്മയും ഈശോയും പറയും, ഈ ആത്മാക്കൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല, ഇവർക്ക് വേണ്ടി കരുണ കൊന്ത ചെല്ലണം. ശുദ്ധീകരണാത്മാവിന് ഏറ്റവും അടുത്ത പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴി
അതുപോലെ നമ്മുടെ ദാനധർമ്മങ്ങള്, നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ. സഹനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേദനകൾ, സഹനങ്ങൾ, രോഗങ്ങൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം ശുദ്ധീകരണാത്മാവിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ അന്ത്യകുദാശ കിട്ടാതെ, കുർബാന കിട്ടാതെ, ഒരുക്കപ്പെടാതെ മരിച്ച അനേകം പേരുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ജീവിച്ചിരിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവർക്ക് കൂടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനാ. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി മാറ്റുക. നമ്മുടെ ദാനധർമ്മ ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. നിങ്ങൾക്കറിയാമോ, എല്ലാ വിശുദ്ധരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശുദ്ധീകരണാത്മാക്കളെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തനമായ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഒഴുകുമ്പോൾ അനേകം ശുദ്ധീകരണാത്മാക്കൾക്ക് വിടുതൽ കിട്ടും. അതുകൊണ്ടാണ് ദൈവമക്കളെ, നമ്മൾ ജപമാല ചൊല്ലുമ്പോഴും കരുണക്കൊന്ത് ചൊല്ലുമ്പോഴും സഹനം ഏറ്റെടുക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധി അമ്മ മാതാവേ, എന്റെ സഹനങ്ങളും വേദനകളും എല്ലാ കണ്ണുനീരും സങ്കടങ്ങളും എല്ലാം ഇത് പാപിക്കായി, ശുദ്ധീകരണാത്മാവിനായി, സഭയ്ക്ക് വേണ്ടി ഞാൻ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ പരിത്യാഗങ്ങൾ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വൈദികൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാസയിലേക്കും പീലാസയിലേക്കും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണാത്മാവിനെ കൊണ്ടുവന്ന് തിരുരക്തത്തിൽ മുക്കി ഈ ആത്മാവിനെ മോചിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ദൈവമക്കളെ, ലോകം മുഴുവൻ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് എന്റെ സഹനങ്ങളും വേദനകളും പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ലോകം മുഴുവൻ അർപ്പിക്കുന്ന ദിവ്യബലിയിലേക്ക് ചേർത്ത് ശുദ്ധീകരണാത്മാവിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ ഒത്തിരി ഇഷ്ടമാണ്. ഈശോയുടെ മക്കളെ മറന്നു പോകരുത്. മറന്നുപോലെ ഒരു കാര്യം ചേർക്കണം. നിങ്ങളുടെ വല്യപ്പൻ്റെ സ്വത്ത്, അപ്പൻ്റെ സ്വത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയില്ലേ? നിങ്ങൾ ഇന്നവരെ ഓർത്തിട്ടുണ്ടോ? നിങ്ങളെ മാമോദിസ മുഖ്യ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഓരോ ബലിയർപ്പിക്കുന്ന വൈദികർ, മരിച്ചുപോയ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ മരിച്ചുപോയ സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഈ കൊറോണ കാലഘട്ടത്തിൽ ലോകത്തിൽ 38 ലക്ഷത്തോളം ജനങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. വെന്റിലേറ്ററിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്, ശ്വാസം കിട്ടാതെ മരിച്ചിട്ടുണ്ട്, ഒരു അന്തിമ പ്രാർത്ഥന കിട്ടാതെ, ഒരു പീസ് കിട്ടാതെ, വിശുദ്ധ കുർബാന കിട്ടാതെ മരിച്ചുപോയ ഈ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ബലിയിൽ വന്ന് പ്രാർത്ഥിക്കണം. അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലാ. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, നമ്മുടെ സഹനങ്ങൾ, എന്നെ കേൾക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സഹനമുണ്ട്. സഹനമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമുക്ക് എല്ലാവർക്കും സഹനമുണ്ട്. ഈ സഹനം മുഴുവൻ നമ്മൾ കാഴ്ചവെക്കണം. വെറുതെ പാഴാക്കി കളയരുത്. ചിലരൊക്കെ സഹിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നിരാശപ്പെട്ട് സഹിക്കുന്നൊന്നും ദൈവ പദ്ധതിയല്ല. സഹനം സന്തോഷത്തോടെ സഹിക്കുമ്പോൾ, സന്തോഷത്തോടെ ഇങ്ങനെ പറയണം. ദൈവമക്കൾ ഇങ്ങനെ കേൾക്കണം. ഇന്ന് നമ്മൾ വരുമ്പോൾ ഒരു അപമാനം ഒന്നും മിണ്ടരുത്. ഈശോയെ, ഞാൻ ഈ സഹനം ഭാവിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഈശോയെ, ഈ സഹനം പരിശുദ്ധ അമ്മ വഴി ശുദ്ധീകരണാത്മാവിന് വേണ്ടി കാഴ്ചവെക്കുന്നു. എനിക്ക് കാലിലൊരു വേദന വരുമ്പോൾ ഈ വേദന ശുദ്ധീകരണ സ്ഥലം, നിങ്ങൾക്ക് അറിയാമോ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എന്നാന്ന്? വിശുദ്ധ പാതിരപ്പിയ ഒരിക്കൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോട് ചോദിച്ചു, ധന്യമേരിയും ചോദിച്ചു, ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എത്രയാ? ഉടനെ ഈശോ പറയുക, ഇപ്പോൾ തിളച്ചു പൊട്ടുന്ന അഗ്നിപർവ്വതത്തിലേക്ക് ഒരു ശുദ്ധീകരണാത്മാവിനെ കൊണ്ടുപോയിട്ടാൽ ആത്മാവ് പറയും, ഞാൻ ഇവിടെ കിടന്നോളാം. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയെക്കാളും എളുപ്പം. എന്റെ ദൈവമക്കൾ നിസ്സാരമായിട്ട് കാണരുത്. വെളിപാടിന്റെ പുസ്തകം 21:27 വചനം പറയുന്നുണ്ട്,
അഗ്നിയിലൂടെ കർത്താവ്, അതായത് മ്ലേച്ഛതയും തിന്മയും കൗടില്യം പ്രവർത്തിക്കുന്നവരാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് ദൈവം അവരെ ശുദ്ധീകരിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അഗ്നിയിലൂടെ എന്ന വണ്ണം കർത്താവ് അവരെ ശുദ്ധീകരിക്കും. യൂദാസിന്റെ ലേഖനം 1:23 പറയുന്നുണ്ട്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്ക്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റാൻ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന എന്താ? ശുദ്ധീകരണ സ്ഥലമില്ലെന്ന്, അഗ്നിയില്ലെന്ന് പറയുന്നവർക്കൊരു വചനമുണ്ട്. നമുക്കറിയാം സ്വർഗത്തിൽ അഗ്നിയില്ല, സ്വർഗത്തിൽ അഗ്നിയില്ല. എന്നാൽ നരകത്തിൽ അഗ്നിയുണ്ട്. നരകത്തിൽ പോയ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്കാർക്കും പറ്റില്ല. എന്നാൽ ഇത് വചനം പഠിപ്പിക്കുക. യൂദാസ് 1:23 വചനം എന്താണെന്നറിയാമോ? ഈ വചനഭാഗം കേൾക്കുക. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റെന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ അഗ്നിയിൽ വേദനിച്ചു കഴിയുന്ന, കർത്താവിന്റെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതിന് പേരിൽ വേദനിച്ചു കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, സർവ്വയെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ മക്കളെ നമുക്ക് സാധിക്കുന്നവരൊന്ന് കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാം, കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാം. ഇത് ത്യാഗം ചെയ്യുന്ന എന്തിനാണെന്നറിയാം? നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല, നമുക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി നമ്മളെ പ്രാർത്ഥനയല്ല. ഈ 40 ദിവസം, ഈ 40 ദിവസം എന്റെ സ്വർഗത്തിന്റെ സ്വരമാ, സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാ, സ്വർഗത്തിന്റെ കണ്ണുനീരാ, പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരാ. ഈ ശുശ്രൂഷ ശക്കന മിനിസ്ട്രി ലോകത്തെ സ്പർശിക്കുക എന്നൊരു ദർശനം കർത്താവ് കൊടുക്കുമ്പോ ഇത് സ്വർഗത്തിന്റെ സ്വരമാ. ഇതാണ് മാർഗരറ്റ് മേരി അലഗോക്ക് ചെയ്തത്, ഇതാണ് കൊച്ചുത്രസി ചെയ്തത്, ഇതാണ് വിശുദ്ധർ ചെയ്തത്, ഇതാണ് സഭയിലെ പിതാക്കന്മാർ, ഈജിപ്തിലെ അന്തോനീസ്, മരുഭൂമിയിലെ വിശുദ്ധന്മാർ വേദഭാരങ്ങൾ ഏറ്റെടുത്ത് ശുശ്രൂഷ. അതുകൊണ്ട് അതിനുവേണ്ടി കരമുയർത്തി പിടിക്കാം. യേശുവേ, എന്റെ സഹനത്തെ ചേർത്ത്, എന്റെ രോഗത്തെ ചേർത്ത്, ക്യാൻസർ രോഗമുള്ളവർ അത് ചേർത്ത് ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കടഭാരമുള്ളവർ അത് സമർപ്പിച്ച് ശുദ്ധീകരണാത്മാവിന് വേണ്ടി കാഴ്ചവെക്കുക. അപമാനിക്കപ്പെട്ടവർ, വിവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, തളർന്നു കിടക്കുന്നവർ, ഓട്ടിസമുള്ള മക്കൾ, മദ്യപാനികളായ ഭർത്താവിനാൽ വേദനിക്കുന്ന ജീവിത പങ്കാളി, നീ നിന്റെ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരാത്മാവിന് വേണ്ടി നീ കാഴ്ചവെക്ക്. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഞങ്ങള് പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ ദർശനങ്ങള് ജദ്രൂദിനോട് ചേർന്ന്, കർത്താവേ, ജോൺ മസിയാസിനോട് ചേർന്ന്, പാതിരപ്പിയോട് ചേർന്ന്, വിശുദ്ധ ഫിലിപ്പിനോട് ചേർന്ന്, യോപ്രാസ്യമയോട് ചേർന്ന്, മറിയം ദ്രസ്യയോട് ചേർന്ന്, ഒടിയിലെ വിശുദ്ധ കാതറിനോട് ചേർന്ന്, ഈ വിശുദ്ധരുടെ കൂട്ടായ്മയില് ശുദ്ധീകരണാത്മാവിന് വേണ്ടി പരിത്യാഗം ചെയ്ത വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ കരമുയർത്തി സ്തുതിക്കുന്നു. ഈ സമയത്ത് അത്ഭുത വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലാകാലങ്ങളായി കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ. ഓ, കർത്താവിന്റെ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. പുതിയ ബോധ്യങ്ങൾ കൊടുക്കണമേ. സഭാപിതാക്കന്മാരുടെ ബോധ്യങ്ങൾ കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മുട്ടുകുത്തുമ്പോ തളരരുത് കേട്ടോ, കൈ ഉയർത്തുമ്പോ തളരരുത് കേട്ടോ. രോഗത്തിന്റെ വേദനകൾ ആത്മാവിനെ സമർപ്പിച്ച് ഇതാ സ്വർഗത്തിൽ നിക്ഷേപം എന്ന് പറയണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വാക്കോടെ കേട്ട് നമ്മള് സ്നേഹബഹുമാനപ്പെട്ട കലയൊളിവിൽ കർത്താവ് വെളിപ്പെടുത്തൽ കൊടുത്ത കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ സന്ദേശം നമ്മൾ കേൾക്കും. ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ. നമുക്കറിയാം, വിശുദ്ധരെയൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് സ്വർഗത്തിൽ ചെന്ന അനേകം വിശുദ്ധരും വേദപാരക 36 വേദപാരകരുണ്ട്. അവരെല്ലാം നിങ്ങൾ പുസ്തകങ്ങൾ എടുത്തു. അവർ പരിത്യാഗം ചെയ്ത്
ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ. അവരാണ് സ്വർഗത്തിൽ ചെന്നവർ. ആമേൻ. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഞാൻ 100% വിശ്വസിക്കുന്നു. സ്വർഗം ഈ കാലയളവിൽ ഷെക്കന ടെലിവിഷനിലൂടെ ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷകൾ സ്വർഗം വെളിപ്പെടുത്തിയ ശുശ്രൂഷയാ. ആമേൻ. സ്വർഗം വർഷങ്ങളോളം കാത്തിരുന്ന ആമേൻ. ഒരു ദൈവസ്വരത്തിന് യേശു പറഞ്ഞതിൽ ഉത്തരമാണ് ഈ ശുശ്രൂഷ. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഞാൻ നിങ്ങൾ പറയുക, പരിത്യാഗം എടുക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാ. നമുക്കൊരു വിശുദ്ധരാകണം, നല്ല മരണം ലഭിക്കണം, സ്വർഗത്തിൽ പോകണം. അതിന് കർത്താവ് നിങ്ങളെല്ലാവരും കൃപയായി നിറയ്ക്കട്ടെ. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord. ആവേ ആവേ പരിശുദ്ധ അമ്മേ, അമ്മേ അമ്മേ അമലേ 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 മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ അന്ധകാരം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാ എൻ്റെ ഹൃദയം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. എൻ്റെ അമ്മയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിഷ്കളങ്കരല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്ത്രീത്വം അറിവുശാലയാക്കുന്നു. മക്കളെ, അവർക്കായി പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മ, നിങ്ങളുടെയും അമ്മ എത്രമാത്രം വേദനിക്കുന്നു. ആ അമ്മയുടെ നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ലേ? സ്ത്രീത്വം അറിവുശാലയാകുന്നു. അബോർഷൻ എന്ന പാപം മൂലം സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാതെ ഹേറോദോസിന്റെ പക്കലേക്ക് ഓടുക സ്ത്രീകൾ അബോർഷൻ ചെയ്യാൻ. നൊമ്പരത്തോടൊരമ്മ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുണ്ട്, ഒരു ജീവന്റെ മേലും കരം വെച്ച്, ഒരു ജീവന്റെ മേലും മനസ്സ് വെച്ച് വധിക്കാനായിട്ട് എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. ദൈവം തന്ന ജീവന് വേണ്ടി സംരക്ഷകയായി വസിക്കേണ്ട, ജീവിക്കേണ്ട അമ്മ, അപ്പൻ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ പോയി കർത്താവിൻ്റെ ജന്മത്തെ, കർത്താവിൻ്റെ സൃഷ്ടിയെ, കർത്താവിൻ്റെ ജീവനെ കൊലയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അനുദപിക്കുക. അത് ചെയ്യരുതേ. ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ തന്നൊരു അനുഭവം ഞാൻ പറയാം. ഒരു ജീസസ് യൂത്ത് ഗ്രൂപ്പുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തീക്ഷ്ണമായി മണിക്കൂറുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വചനത്തിനായി ദാഹിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നൊരു വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, മോളെ, നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വചനത്തിനായിട്ട് ദാഹിക്കുകയാണല്ലോ. നിങ്ങൾ എല്ലാവരും സ്പിരിച്വൽ അബോർഷൻ നടത്തിയ മക്കളാണ്. ഈ അബോർഷന് പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒന്നും മനസ്സിലായില്ല. ഞാൻ ഗ്രൂപ്പിലുള്ളവരോട് ഷെയർ ചെയ്തു. ആർക്കും ഉത്തരം കിട്ടുന്നില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തന്നു. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബലി മധ്യേയും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും വായിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാതെ വരുമ്പോൾ, ഞാൻ സ്വീകരിച്ച് എന്നിലൂടെ മാംസം ധരിക്കേണ്ട വചനത്തെ അനുസരണക്കേട് മൂലം അല്ലെങ്കിൽ ഗവനിക്കാതെ വരുമ്പോൾ ആ വചനത്തെ ഞാൻ അബോർട്ട് ചെയ്യുക. ഞാൻ അബോർഷൻ ചെയ്ത് കളഞ്ഞു എത്രയോ വചനത്തെ, ജീവന്റെ വചനത്തെ. യോഹന്നാൻ 1 പറയുന്നില്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. ആ വചനം തന്നെയാണ് ബലിമധ്യേ വചന വിരുന്നായി നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ബൈബിൾ എടുത്ത്, തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഈശോയാകുന്ന വചനമാണ്. നമ്മൾ ആ വചനം നിക്ഷേപിക്കാൻ ഹൃദയം തുറന്നു കൊടുക്കാതെ ആ വായിച്ചു അടച്ചു കളഞ്ഞ് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിലായി നമ്മൾ. അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ വചനത്തിനെ അബോർഷൻ ചെയ്യുന്ന മക്കളായി തീരുന്നു എന്ന് ഈശോ പറഞ്ഞതായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. അന്ന് ആ ഗ്രൂപ്പിനോട് അത് ഷെയർ ചെയ്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഈശോയെ, വചനത്തെ അബോർഷൻ ചെയ്യുന്ന മക്കളാണല്ലോ ഞങ്ങൾ, ഞങ്ങളോട് ക്ഷമിക്കണേ. എന്നിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. വചനം അബോർഷൻ ചെയ്യുന്നവർക്കാണ്
സ്വന്തം കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന്. ഹല്ലേലൂയ. കാരണം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജീവൻ നിക്ഷേപിക്കുന്നത് അവൾ പോലും അറിയുന്നില്ല. അതിന് കാരണഭൂതനായ അവൻ്റെ പിതാവ് പോലും അറിയുന്നില്ല. ദൈവത്തിൻ്റെ ജീവൻ ഒരുവളിൽ നിക്ഷേപിച്ചിട്ട് അവൾ അതിനെ കൊന്നുകളയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയും ജീവന്റെ വചനത്തെയും നശിപ്പിക്കുകയാണ് എന്നുള്ള ഓർമ്മ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും അബോർഷൻ ചെയ്ത മക്കൾ ഈ ലോകത്തുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ അതിൽ നിന്ന് പിന്മാറ്റുകയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഹാരം. അതുപോലെ തന്നെ അബോർഷൻ ചെയ്യപ്പെട്ട് പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കണം. ഇന്ന് കോവിഡ് വന്ന് എല്ലാവരും വിലപിക്കുന്നില്ലേ? പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ലോകത്തിന്റെ അഴുക്ക് ചാലില് അബോർഷൻ മൂലം പിടയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിൽ മുറവിളിയായിട്ട് നിലനിൽക്കുന്നു എന്ന്. എത്രയോ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ജനിക്കാൻ ആഗ്രഹിച്ചിട്ട്, ദൈവം ജനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് ജനിക്കാതെ പോയി ഓരോ മനുഷ്യരും കൊല ചെയ്തതുകൊണ്ട്, അതുകൊണ്ട് ആ മക്കളുടെ പ്രാർത്ഥന ഇന്ന് നമുക്ക് ഈ മഹാമാരിയിൽ ആവശ്യമാണ്. അവരൊക്കെ ഇന്ന് വിശുദ്ധ ജീവിതം നയിച്ച് എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ അകൃത്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ഈ സമയം ഞാൻ ചിന്തിച്ചു പോകുകയാണ്. സ്ത്രീത്വം അറവുശാലയാക്കാതെ നമുക്ക് സൂക്ഷിക്കാം. അത് ഏറ്റവും പവിത്രമാണ്. സ്ത്രീത്വം പവിത്രമായതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം. ആ അമ്മയുടെ മക്കളായ സ്ത്രീകളുടെ ഉദരം ഒരിക്കലും കൊലക്കളമായിട്ട് മാറരുത്. തിരുവചനം ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, തിരുവചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. അമ്മയുടെ നിലവിളി നമ്മൾക്ക് കേൾക്കാം. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, പരിഹാരം ചെയ്ത്. 1997 ജൂൺ 30 പ്രകാശധാരയൊഴുകുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിനരികെ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. മക്കളെ, നിരാശ നിറഞ്ഞ മനസ്സുകളിലേക്ക് പ്രത്യാശ നൽകുന്ന എൻ്റെ തിരുക്കുമാരൻ്റെ സവിതയെ അണയാൻ എന്തിന് നിങ്ങൾ മടിക്കുന്നു? ഈ പ്രകാശകടലിൽ നിന്നും കൃപകൾ സ്വീകരിക്കൂ. പാപമനസാക്ഷിയെ നിർമ്മലമാക്കൂ. പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങളും നിർമ്മലനായി കാണുന്നതിന് എൻ്റെയും തിരുക്കുമാരൻ്റെയും ഹൃദയം ആഗ്രഹിക്കുന്നു. ശത്രുത വെടിഞ്ഞ് ക്ഷമയിൽ ശക്തി പ്രാപിക്കൂ. സഹോദര സ്നേഹത്തെ പ്രതി പിളർക്കപ്പെട്ട തിരുവിലാവിൻ്റെ അസഹനീയമായ കാഴ്ച നിങ്ങൾ കാണുകയോ ഓർക്കുകയോ ചെയ്യുന്നുണ്ടോ? മക്കളെ, പാപം ചെയ്യരുത്. എല്ലാവരെയും പരിശുദ്ധമായി സ്നേഹിക്കുക. ഞാൻ പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണെന്ന് 1997 ജൂൺ 30 അമ്മ പറഞ്ഞു. അതിനുശേഷം 2003 ഏപ്രിൽ 17 സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായി വിശേഷിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഓരോ സന്ദേശങ്ങൾ കിട്ടുമ്പോഴും ഈ സന്ദേശം പ്രിൻ്റ് ചെയ്ത് വരുന്ന ദൈവജനത്തിനൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത സമയങ്ങളിലും തുടർന്ന് വരുന്ന ദിനങ്ങളിൽ ഒത്തിരി പേര് ഫോണിലൂടെയും നേരിട്ടൊക്കെ വിളിച്ചു. അതെങ്ങനെയാ റാണി, പരിശുദ്ധ കന്യകാമറിയം പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാകുന്നു? ഇത് പുതിയ തിയോളജി ആണല്ലോ, തിയോളജിയൊക്കെ അറിയാവുന്നവരായ അറിവുള്ളവരാണ് ഇതൊക്കെ വന്ന് പറഞ്ഞ്. ഞാനന്ന് പറഞ്ഞു, ഞാനല്ല, എന്നിലൂടെ ഈശോ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അത്ര അറിവൊന്നുമില്ല, പക്ഷേ പരിശുദ്ധ അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. പരിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയിലൂടെ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഈ ഒരു വാചകം വായിച്ചിട്ട്, ഇത് വായിച്ച് അന്ന് എന്നെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത പലരും വിളിച്ചു പറഞ്ഞു, അതെ, പരിശുദ്ധ അമ്മ പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. പരിശുദ്ധ കന്യകാമറിയം അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാകാൻ പറ്റുക? അവളുടെ രക്തത്തിൻ്റെ രക്തം, മാംസത്തിൻ്റെ മാംസമല്ലേ ദിവ്യകാരുണ്യം? ആ അമ്മയിൽ നിന്നല്ലേ ദിവ്യകാരുണ്യനാഥനായ ഈശോ ഈ ലോകത്തിൽ അവതരിക്കാനായിട്ട് മനുഷ്യ മാംസം സ്വീകരിച്ചത്, രക്തം സ്വീകരിച്ചത്?
അനന്ത നന്മ സ്വരൂപിയായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു ശ്രീകോവിലായിട്ട് തിരഞ്ഞെടുത്തു, അവിടത്തേക്ക് പിറക്കാനും വസിക്കാനുമായിട്ട്. ആ ഹൃദയത്തിൽ നിന്റെ ഓരോ തുടിപ്പുകളും, അമ്മയുടെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പുകളും, ഒരു സാധാരണ സ്ത്രീ അമ്മയാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ, അമ്മയാകുമ്പോൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗർഭധാരണ സമയമല്ല, ഗർഭധാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ സംഭവിച്ചിട്ട് തുടർന്നുള്ള ഓരോ സെക്കൻഡുകളിലും അമ്മയുടെ ഹൃദയം യേശുവിന് വേണ്ടി തുടിച്ചു. യേശുവിൻ്റെ ഹൃദയം അമ്മയുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരുന്നു. ആ ഹൃദയം ആർക്കും ഭേദിക്കാൻ പറ്റാത്ത വിധം ഒന്നായി. അമ്മയുടെ രക്തക്കുഴലിലൂടെ, പൊക്കിൾക്കുടിയിലൂടെ ഒഴുകിയ എല്ലാ ജീവരസങ്ങളും സ്വീകരിച്ച് മനുഷ്യാംശം സ്വീകരിക്കാൻ നമ്മുടെ ജീവന്റെ ജീവനായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിച്ചത് അമ്മയിലൂടെയാണെങ്കിൽ പിന്നെ ആ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയല്ലേ, ദൈവമാതാവല്ലേ? ദൈവത്തിൻ്റെ മാതാവ് എന്നതൊരു ചെറിയ അന്തസ്സാണോ? ആ പദവിക്ക് അനന്തതയുണ്ടോ? അതുകൊണ്ടല്ലേ തലമുറകളാൽ അവൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുന്നത്. അത് ആരുമല്ല, ഒരാളല്ല, എൻ്റെ അമ്മ, നിന്റെ അമ്മ, അമ്മ മാതാവ്. ആ അമ്മ നമുക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. മക്കളെ, നീ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നീ എന്തും ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വലിയവനോ ചെറിയവനോ ആകട്ടെ, നീ പണക്കാരനോ പാമരനോ ആവട്ടെ, നീ എൻ്റെ കുഞ്ഞാണെന്ന അമ്മ പറയുന്നേ. എൻ്റെ കുഞ്ഞാണെന്ന അമ്മ ഹൃദയം തൊട്ട് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആരാ? ദിവ്യകാരുണ്യ ഈശോ. അപ്പൊ നമ്മൾ ആരാ? ഈശോയുടെ മക്കളാണ്. അമ്മ ഇത് ഓർമ്മപ്പെടുത്താനാണ് സംസാരിക്കുന്നത്. ഈ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അത് സ്വീകരിക്കണമെങ്കിൽ അമ്മ ഈ സന്ദേശത്തിൻ്റെ അവസാനമായി പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും പരിശുദ്ധമായിട്ട് സ്നേഹിക്കുക. കപട സ്നേഹത്താൽ ആരെയും വശീകരിക്കരുത്. ശരീരത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി ഒരാളെ സ്നേഹിക്കരുത്. ലോകത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി ആരോട് സ്നേഹം കാണിക്കരുത്, പ്രകടിപ്പിക്കരുത്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ മനുഷ്യ സഹവാസത്തിലും ആ സ്നേഹം നിനക്കുണ്ടാകണം. നീ സഹചരെ സ്നേഹിക്കണം, സഹചരെ സേവിക്കണം. നിന്റെ സഹോദരനുമായുള്ള നിന്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അകലം നിന്നെ സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള അകലമാണ്. നീ നിന്റെ സഹചരെ, നിന്റെ സഹോദരനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് ആശ്രയിച്ചാണ് ദൈവവുമായിട്ടുള്ള നിന്റെ സ്നേഹബന്ധത്തിൻ്റെ അളവുകോല്. അവിടെ അളവ് വെക്കരുത്. ഒറ്റ അളവുകോലേ ഉള്ളൂ, അത് പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ നിനക്ക് ലഭിച്ച വരപ്രസാദങ്ങൾ കളയാതെ സൂക്ഷിക്കാൻ നീ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ദാഹത്തോടെ ഹൃദയം നുറുങ്ങി ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ളൊരു വ്യക്തിയായി, ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്ന് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിച്ച് ഈ രാത്രി പരിഹാര പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിനെ തന്നെ നോക്കി നിന്ന് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കരങ്ങളടിച്ച് ശക്തിയോടെ ഈശോയെ നോക്കിക്കൊണ്ട് പാടാമോ? എന്റെ കർത്താവേ, ചേർന്ന് ദിവ്യകാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ചേർന്ന് പാടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ അഭിഷേകത്തോടെ യേശുവിനെ ആരാധിക്കുന്നേ ആമേൻ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു ദൈവമക്കൾ ആരാധിക്കുന്നു സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ ഭവനത്തിലിരുന്ന് ആരാധിക്കുന്നു സ്വന്തം മക്കൾ ആരാധിക്കുന്നു ജോലി സ്ഥലത്തിരുന്ന് ആരാധിക്കുന്നു കെട്ടുകളഴിയും ആരാധനയും ഓ കർത്താവേ രാത്രി അഴിയട്ടെ പാതകളൊഴിയും ആരാധന യേശു നാമത്തിൽ അഴിയട്ടെ കെട്ടുകളഴിയും ആരാധനയെങ്കിൽ ആമേൻ കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയെങ്കിൽ ശക്തിയോടെ ആരാധന ആരാധന കരങ്ങൾ ഉയർത്തി അടിച്ച ആരാധന യേശുവേ പോരാ ആരാധന യേശുവേ ഓ കർത്താവേ ആരാധിക്കുന്ന ദിവ്യകാരുണ്യമേ സ്വർഗീയ മന്നേ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ അപ്പമേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ ദൈവമക്കളും സ്വരമുയർത്തി ജീവിക്കുന്ന അപ്പനെ ആരാധിച്ച് സ്വർഗത്തിന്റെ തേജസ് ജീവിക്കുന്ന ദൈവപുത്ര തിരുവോസ്തിനാഥനെ കൃപയുടെ അഭിഷേകമേ ഓ ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ ആരാധിക്കട്ടെ ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് എല്ലാ ദൈവമക്കളും ഞാൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. സാധിക്കുന്നവര് നിലത്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആദരിച്ച് ആരാധിക്കാൻ പോവാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ളപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 6ാമത്തെ ദിവസം സ്വർഗം നൽകിയ വലിയ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്ന് കേട്ടു. പ്രത്യേകിച്ച് സ്വർഗം ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുക. പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ച ശുദ്ധീകരണാത്മാക്കളായി ഇരിക്കുന്നവർക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുണ്ടാകാം. ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഞാനും നിങ്ങളും മരണശേഷം നിൽക്കുന്നത് ഈ ഗോതമ്പപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവന്റെ മുമ്പിൽ, വെളിപ്പെട്ട് നിൽക്കുന്നവന്റെ മുമ്പിലാണ്. അന്ന് എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ വേദനയിലും രോഗത്തിലും തകർച്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒറ്റപ്പെടലിലും ജനനം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോയുടെ മുമ്പിലാണ് മുട്ടുകുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഇന്ന് രാത്രി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ, നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച രീതികൾ മാറാൻ പോവാ. നമ്മുടെ സഹനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിനെ നമ്മൾ കടം കൊടുക്കാൻ പോവാ രാത്രി. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കേട്ടു, സ്വർഗം ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ്. മരണമടഞ്ഞ് തനതു വിധിയിലൂടെ ശുദ്ധീകരണ അവസ്ഥയിൽ കഴിയുന്ന ആത്മാക്കൾ നമ്മളെ ഉറ്റുനോക്കുക. ഈ ആരാധന ഉറ്റുനോക്കുക. ഷകന TV ടെലിവിഷനിലൂടെ ലോകമെമ്പാടും ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ 6ാം ദിവസത്തെ ശുശ്രൂഷയെ ശുദ്ധീകരണ സ്ഥലം ഉറ്റുനോക്കുക. ആരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലൈവ് ശുശ്രൂഷയിൽ ജീവിക്കുന്ന യേശുക്രിസ്തു പച്ചക്കിറങ്ങി നിൽക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിങ്ങൾ വീട്ടിലായിരുന്നെങ്കിലും ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് വെച്ച പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ
നിങ്ങൾ കരങ്ങൾ ഉയർത്തിയോ, കരങ്ങൾ വിരിച്ചു പിടിച്ചോ, മുട്ടുകുത്തിയോ, വീട്ടിൽ നിന്നോ നിങ്ങളുടെ രോഗം സഹനങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ, അപ്പന്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും മരിച്ചുപോയ ഒത്തിരി ആത്മാക്കളില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ ആത്മാക്കളില്ലേ? ഇവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇവർക്ക് വേണ്ടി നമ്മൾ പരിത്യാഗം ചെയ്യാൻ പോവാ. ഒരുപക്ഷെ വേദന ഉണ്ടാകാം, തളരരുത് മക്കളെ. നിങ്ങളുടെ കുടുംബത്തിലെ മരിച്ചുപോയ അപ്പൻ ദീർഘകാലമായി ശുദ്ധീകരണ അഗ്നിയിൽ കിടക്കുന്നത് മോനെ നീ ഓർക്കണം. ശുദ്ധീകരണ അഗ്നിയിൽ സ്വർഗത്തില് സ്വർഗം കാണാതെ, സ്വർഗത്തിന്റെ ദർശനം കിട്ടാതെ സ്വർഗത്തിൽ ചെല്ലാൻ വെമ്പല് കൊള്ളുന്ന നിന്റെ അപ്പന് വേണ്ടി, വെല്ലിപ്പിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി, അയൽവക്കക്കാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൊറോണ ബാധിച്ചു മരിച്ചവർക്ക് വേണ്ടി നീ ഒന്ന് പരിത്യാഗം ചെയ്യാമോ മോനെ? ഇത് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ്. അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ഈശോയുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ അരമണിക്കൂർ നിങ്ങൾ പരിത്യാഗം ചെയ്യണം. ഈ അരമണിക്കൂർ മാത്രമല്ല, ഇനി ഓരോ ശുശ്രൂഷകളിലും നമ്മൾ പരിത്യാഗം എടുക്കാൻ പോവാ. നമുക്ക് വേദന വരുന്നില്ലേ? ആ മുട്ടുകുത്തുമ്പോ ഒരു വേദനയില്ല നമുക്ക്. കൈവിരിച്ചു പിടിക്കുമ്പോ നമുക്ക് വേദനയില്ലേ? നമ്മുടെ ഈശോ മണിക്കൂറുകൾ കുരിശി കടന്ന മോനെ, മോളെ, അപ്പാ, അമ്മച്ചി, സിസ്റ്ററെ, പ്രിയപ്പെട്ട വൈദിക, നമുക്ക് വേണ്ടി കരം വിരിച്ചു പിടിച്ചു മൂന്നാണിമേൽ തൂക്കപ്പെട്ട് സ്വർഗത്തിന്റെ ഭൂമിയുടെ മധ്യത്തിൽ കടന്ന് മധ്യസ്ഥം വഹിച്ച് ഈശോയുടെ ചങ്കുകുത്തി പൊട്ടിക്കുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു, പച്ചവെള്ളത്തിന് ദാഹമല്ല, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി ഈശോ പറയുക, എനിക്ക് ദാഹിക്കുന്നു. ആ കുരിശിന്റെ ചോട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മ ആ വേദന ഏറ്റെടുത്തിട്ട് ലോകത്തിൽ അനേക സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവിന്റെ കണ്ണിൽ നിന്ന്, മോനെ, കണ്ണുനീര് കാണുന്നില്ല നീ, അത് രക്ത കണ്ണുനീരാ. ഈ ആത്മാക്കൾക്ക് വേണ്ടി നീ നിലവിളിക്കണം. നിന്റെ സുഖങ്ങളും നിന്റെ സന്തോഷങ്ങളും ലോകത്തിന്റെ ജഡികതയും ലോകത്തിന്റെ ആഡംബരങ്ങളും ലോകത്തിന്റെ സുഖങ്ങളും നീ വിട്ടുപേക്ഷിച്ചിട്ട് നീ ആത്മാവിന് വേണ്ടി സ്വർഗത്തിലെ അമ്മ മാതാവിനോട് ചേർന്ന് ഈശോയോടെ കുരിശിനോട് ചേർന്ന് നീ സഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ, അവർക്ക് വേണ്ടി പ്രതിനിധിയായി നീ പ്രാർത്ഥിച്ചേ. നിന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചേ മോനെ. നിന്റെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചേ. കൊറോണയില് വെന്റിലേറ്ററിൽ കിടന്ന് പ്രിയപ്പെട്ടവരെ കാണാതെ ഈശോ മറിയ പിതാവെന്ന് പ്രാർത്ഥനയല്ലാതെ മരിച്ചുപോയ ആത്മാക്കളില്ലേ, നീ അവർക്ക് വേണ്ടി ഒന്ന് ഓർത്തേ മോനെ. യേശുവേ, ഈശോ എന്ന് വിളിച്ച ഈശോ, ഈശോ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടുന്നവര് കരയണം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, ഈ പ്രിയപ്പെട്ട മരിച്ചുപോയവര് നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുക. ശുദ്ധീകരണ അഗ്നി ജ്വാലയില് അവര് കൈകൂപ്പുക. മോളെ, 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 സ്വർഗമൊരുക്കിയ ഈ ആരാധനയിൽ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി ഈശോയെ എന്ന് വിളിച്ചേ. കരയാൻ പറ്റുന്നവര് കരേ, നിലവിളിക്കാൻ പറ്റുന്നവർ നിലവിളിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. സ്തുതിക്കട്ടെ, 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 സ്തുതി. പോരാ, ആരും നിർത്തുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരാധിക്കേ. ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും, ലോകം മുഴുവന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി ശ്രദ്ധിക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കും. നാണക്കേട് വെക്കരുത് കേട്ടോ. നമ്മുടെ അപ്പൻ ഈശോ ഉട്ടുതുണി പോലും ഉരിഞ്ഞിട്ട് ലോകരക്ഷകൻ ഈശോ മിശിഹാ കുരിശിക്കടന്ന് അപമാനമേറ്റില്ലേ? നീ നോക്കരുത്. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ പരിഹസിക്കുന്നവരുണ്ടാകാം.
അവർക്ക് വേണ്ടി കൂടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്. നീ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാന്ന്? ഇന്ന് നമ്മൾ 10 കരുണയുടെ ഈരടി നമ്മൾ പാടി പ്രാർത്ഥിക്കും. മരിയ ഫൗസ്റ്റീനയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തിയ ദൈവകരുണയുടെ ഈരടി പാടുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഓരോ മേഖലകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഈ കൊറോണ കാലഘട്ടത്തിൽ 1.5 വർഷക്കാലമായി ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട് കൂദാശകള് പലർക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല. നല്ലൊരു മരണം കിട്ടാതെ മരിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ദീർഘകാലമായി ശുദ്ധീകരണാത്മാവിന് വേണ്ടി ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ജപമാലയുള്ളവർ കരങ്ങളിൽ ജപമാല എടുക്കണം. എന്നിട്ട് കരുണയുടെ ഈരടികൾ നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാം. കരങ്ങൾ വിരിച്ചു പിടിക്കാൻ പറ്റുന്നവര് കുരിശാകൃതി നന്നായിട്ട് വിരിച്ചു പിടിച്ചേ. മുട്ടുകുത്താൻ പറ്റുന്നവരെല്ലാം മുട്ടുകുത്തണം. രോഗികളായി കിടക്കുന്നവര് ആ രോഗ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ശരീര രോഗവേദനയാൽ കഴിയുന്ന മക്കള് അവരാ സഹനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അമ്മ വഴി സമർപ്പിക്കാൻ പോവാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്ന ഈ കൊറോണ കാലഘട്ടത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവരും മരിച്ചവരില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിച്ചു, മക്കൾ, ജീവിത പങ്കാളി, ചില കുടുംബങ്ങൾ അനാഥരെ പോലെയായി. നമ്മുടെ പ്രിയപ്പെട്ട വൈദികര് മരിച്ചു, സമർപ്പിതര് മരിച്ചു. കേരളത്തിലെ കണക്ക് 13,000-ലധികം പേര് മരിച്ചു. കണക്കിപ്പെടാത്ത ഒത്തിരിയധികം പേര് മരിച്ചു. ലോകത്തിൽ 38 ലക്ഷത്തിലധികം പേര് മരിച്ചു. പലരും ഒരുക്കമില്ലാതെ മരിച്ചത്. അവർക്ക് വേണ്ടി ഒന്ന് കൈവിരിച്ചു പിടിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കൊറോണ കാലഘട്ടത്തിൽ മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈ പാട്ടിന്റെ ഈരടികൾ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ എല്ലാവരും ചേർന്ന് ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. ദൈവമക്കളെ, അപകടത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപകടത്തിൽ എല്ലാം മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചുപോയി, പെട്ടെന്നുള്ള മരണത്തിൽ മരിച്ചുപോയ ആത്മാക്കളെ ഓർത്തുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചു പാടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണേ. ഈശോടെ പറയപ്പെട്ട മക്കളെ, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അനേകം വ്യക്തികളല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടവര്. അനേകം കുടുംബങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ചിട്ടില്ലേ? അവരിന്ന് ദാഹിക്കുന്ന എന്തിനാണെന്നറിയോ? ശുദ്ധീകരണ സ്ഥലത്തിൽ ഈശോയുടെ ദാഹമാ. ആ ദാഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ സഹനങ്ങളെ ഓർത്തും എല്ലാവരും ചേർന്നാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികൾ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യ ചിന്തയിലും മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചിട്ടുണ്ട്. കുട്ടിപ്പകയാൽ മരിച്ചിട്ടുണ്ട്. വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യ ചിന്തയിലും മരിച്ചുപോയി. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് ദീർഘകാലമായി കിടക്കുന്ന ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊലപാതകത്തിൽ മരിച്ചവര്, ഭ്രൂണഹത്യയിൽ മരിച്ചവര്, അത് ചെയ്തു കൂട്ടി മരിച്ചവര്,
തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടവര്, കൊന്നവര്, പ്രത്യേകിച്ച് കർത്താവെ കൊലപാതകം എന്ന 5-ാം പ്രമാണം ലംഘിച്ചു മരിച്ചുപോയ, വെറുപ്പിലും വിദ്വേഷത്തിലും മരിച്ചുപോയ സകല ആത്മാക്കളെയും ദൈവ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പ പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടില്ലേ? നമ്മുടെ അപ്പച്ചൻ മരിച്ചു പോയിട്ടില്ലേ? നമ്മുടെ അമ്മച്ചി മരിച്ചു പോയിട്ടില്ലേ? നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു പോയിട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടില്ലേ? അവരെ നമ്മൾ ഓർക്കാറുണ്ടോ? ഈ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ലോകത്തെ സ്പർശനമെന്ന ഈ ശുശ്രൂഷയുടെ ആരാധനയിൽ ഇവിടെ എഴുന്നള്ളിച്ചു വച്ച പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്താൽ ഈ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കണം, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ഇറങ്ങി നമ്മളെ ശുശ്രൂഷിച്ച, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച, നമ്മളെ മാമോദീസ മുക്കിയ, നമുക്ക് സ്ഥൈലേപനം നൽകിയ, നമുക്ക് വിശുദ്ധ കുർബാന നൽകിയ, നമ്മളെ കുമ്പസാരിപ്പിച്ച അനേകം വൈദികരെ ഇന്ന് ലോകത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അഭിഷക്തർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ കൊറോണ കാലഘട്ടത്തിൽ മരിച്ചുപോയ വൈദികരുണ്ട്. അവർക്ക് വേണ്ടി കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികർ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ടെങ്കിൽ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തെരഞ്ഞെടുത്ത സമർപ്പിതരെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷനിലും മരിച്ചു പോയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത സിസ്റ്റേഴ്സ്, അവരെ നമ്മൾ ഓർത്തേ. നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് ഉണ്ട്. ബഹുമാനപ്പെട്ട സമർപ്പിതർ ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, കോൺവെന്റുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ സഹസമർപ്പിതര് മരിച്ചു പോയിട്ടില്ലേ? നിങ്ങളുടെ കോൺവെന്റിൽ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടില്ലേ? അവർക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവകരുണ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണേ. ദൈവമക്കളെ, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഒന്ന് ഉയർത്തി, കരങ്ങൾ താഴ്ത്തി പിടിക്കരുത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് വിശ്വസിച്ചവരിന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടപ്പുണ്ട്. ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് പഠിപ്പിച്ചവരിന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടപ്പുണ്ട്. ഈശോയെല്ലാം കുരിശിലേറ്റെടുത്ത് ഇനിയും ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് പഠിപ്പിച്ചവർ കിടപ്പുണ്ട്. അവർക്ക് വേണ്ടി ഓർക്കണം. ദീർഘകാലമായി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ, വിശുദ്ധ ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിക്കോളാസ് പറയുന്നത് 40 വർഷമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാവിനെ കർത്താവിനെ കാണിച്ചു. അത് വിശുദ്ധ ജദ്രൂദ് പറയുന്നുണ്ട്. അനേകം വർഷങ്ങളായി കിടക്കുന്ന ആത്മാക്കൾ, ഇവരൊക്കെ സഭയിലെ വിശുദ്ധരാ. ആരും ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ശുദ്ധീകരണാത്മാവിന് വേണ്ടി കരമുയർത്തി പിടിക്കാമോ? അപകടത്തിൽ, പെടുമരണത്തിൽ, ദുർമരണത്തിൽ, ആത്മഹത്യയിൽ
കർത്താവെ, വെറുപ്പ്, വിദ്വേഷ, വൈരാഗ്യത്തിൽ, മദ്യാസക്തിയിൽ, വ്യഭിചാരത്തിൽ, ഹോമോസെക്സിൽ ജീവിച്ചു മരിച്ചെന്നാൽ അവസാന നിമിഷം ദൈവകരുണയിൽ ഇതാ ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ട്. കുമ്പസാരം എന്ന കൂദാശ വഴി പാപം മോചിക്കപ്പെട്ടെങ്കിലും കാലിക ശിക്ഷ നിലനിൽക്കുന്ന മക്കൾ, കാലിക ശിക്ഷയാൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങൾക്കറിയാമോ, ഈ അരമണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ സഭ 937 ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു ദൈവ പൈതൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം നൽകിയിട്ടുണ്ട്. ഈ ആരാധന വഴി നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരൊന്ന് ഓർത്ത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഉപയോഗത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മക്കളെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗത്തോട് ചേർത്ത് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് പൂർണ്ണ ദണ്ഡമോചനം ശുദ്ധീകരണാത്മാക്കൾക്ക് നേടിക്കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവിന്റെ മഹാകരുണ ഇറങ്ങട്ടെ. കർത്താവേ, ഈ രാത്രി ദൈവാഭിഷേകം ചെയ്തിറങ്ങട്ടെ. പൈശാചിക കോട്ടകൾ തകരട്ടെ. പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. ബുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല 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 ഹല. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നിത്യപിതാവേ, ഞങ്ങളെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് ദൈവസന്നിധിയിൽ ഈ സമയത്ത് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിത്യപിതാവേ എന്നുള്ള ഗാനം പാടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേലും, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. മക്കളെ, കരങ്ങൾ കൂപ്പി പിടിച്ച് ഒരൊറ്റ പ്രാർത്ഥനയോടെ ചൊല്ലി നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കുർബാനയുടെ ആശീർവാദം നടക്കുന്ന സമയത്ത് അതിനുശേഷം നിങ്ങൾ വ്യക്തിപരമായി മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ നന്മ പറഞ്ഞ തൃത്വസ്തുതി ചൊല്ലി കുടുംബത്തെ മരിച്ചവർക്ക് വേണ്ടി ദണ്ഡമോചനം എടുത്ത് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കണം. നിത്യപിത ജദ്രൂദിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി, ലോകം മുഴുവനുള്ള എല്ലാ പാപികൾക്ക് വേണ്ടി, സഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ശുശ്രൂഷ, സ്വർഗം തെരഞ്ഞെടുത്ത ഈ ശുശ്രൂഷയിൽ ഇനി 34 ദിവസം കൂടിയുണ്ട്. ഈ ശുശ്രൂഷ നമ്മൾ ഇനിയും തുടർന്നു പോവും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെല്ലാം പാപികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മന്ദത പിടിച്ച ആത്മാക്കൾക്ക് വേണ്ടി, ഓരോ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ മക്കളെ, ഈ ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിലൊക്കെ പരിത്യാഗമെടുത്ത് ഉപവസിച്ചും ഇഷ്ടപ്പെട്ടത് വേണ്ടെന്ന് വെച്ചും ഇന്റർനെറ്റിന് മുമ്പിലുള്ള ആർഭാടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചും ലൗകിക സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചും പരിത്യാഗം ചെയ്ത് നമ്മൾ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. എല്ലാവരും ചേർന്ന് പാടുക.
സകലേശ ദിവ്യ കടാക്ഷം എന്റെ കർത്താവേ, എന്റെ ദൈവമേ, തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിക്കുവാൻ, നിർമ്മലരായി ജീവിച്ചിടുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ ദൈവമക്കളെ? ചിന്തണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധ കുർബാനയിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദേശം മുഴുവൻ വിടുതൽ സംഭവിക്കട്ടെ. തിരുസഭ ഉണരട്ടെ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ആരാധന. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ ഷെക്കീന പ്രയർ ബാങ്ക് @gmail.com.